ജോയ്ക്കുള്ള അപേക്ഷ അത് കൊടുത്താൽ മതി. മാതാട്ടാ ഈ പഴം നല്ലപോലെ പഴുത്തോ? അതൊക്കെ അലക്കി ഈ അതിന്നല്ലടോ 4-5 പഴം കഴിച്ച് പള്ള വീർപ്പിച്ചത്. ഓക്കെ 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 1 കിലോ എടുത്തോ. ആയിക്കോട്ടെ. മാധവേട്ടാ ഓ സൂയിപ്പിന്റെ ഒരു നാരങ്ങ സോഡ എടുത്തേ. ആയിക്കോട്ടെ. റിയാസ് അല്ലേ? ആ ഞാനാ ഇന്നലെ നിങ്ങളെ വീട്ടിലോട്ട് അലിയാരി കാക്കനെ അയച്ചത്. തോന്നി. ദുബായിലാണ്. ഇപ്പോൾ 6 മാസത്തെ ലീവിന് വന്നതാ. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ ലീവിന് നിക്കായിക്കണമെന്ന് പുറയുള്ളവർക്ക് ഒരേ വാശി. അതാ. എന്റെ ദൈവമേ, നീ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. എന്റെ മോളെ 2 മാസം എന്നോട് തുറന്നു പറയാൻ ഈ കടയിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. 2 മാസോ? ആ 1-2 ആഴ്ചയായിട്ട് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. 2 മാസമായിട്ട് പറയലുണ്ട്. തെളിവുണ്ടേ, 1 മിനിറ്റ്. ഗ്ലാസ് കൊള്ളാല്ലേ? ഇതൊക്കെ എപ്പോ? കുഴപ്പമില്ലാത്തൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് എനിക്കിതൊക്കെ സിമ്പിളാണ്. ഫോട്ടോ ഒക്കെ നല്ല മൊഞ്ചായിട്ടുണ്ട്. പക്ഷെ കല്യാണത്തിനൊന്നും ഇപ്പൊ ഒരു മൂടില്ല. അഥവാ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് അല്ലേ മാധവേട്ടാ? അതെ മോളെ, വലിയ തെറ്റില്ലാതെ ഏക്കന. വലുതല്ല, ചെറിയ തെറ്റുമില്ല. ഇവന്റെ കാര്യം. എനിക്ക് ഈ ഫോട്ടോസ് വാട്സപ്പ് ചെയ്ത് തരൂ. ഓ തരാമല്ലോ. നമ്പർ എൻ്റെ കയ്യിലുണ്ട്. 9465549365 അല്ലേ? എങ്ങനെ? അതൊക്കെ നേരത്തെ സെറ്റാക്കിയായിരുന്നു. പിന്നെ വിളിക്കുന്നത് ശരിയല്ലല്ലോ, അവനെ വിളിച്ചില്ലെന്നേ ഉള്ളൂ. ഇത് വെച്ചോ. ഹലോ, ഞാനാ പറഞ്ഞ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നേ. ആ ഫോട്ടോ കിട്ടി, താങ്ക്സ്. പിന്നെ ഞാൻ പിഞ്ചു കാക്കയുടെ പഞ്ചാര വെച്ചാൽ ഉഗ്രം പോയത്. ഇത് ചസക്ക്, ഇത് നൈഷ. കുട്ടിയൊക്കെ മധുരമുണ്ട്, അനക്ക് മധുരമില്ല. മാഷോ ആ സർലേച്ചിന്റെ വീട്ടിൽ ഒരു 20 ചൂല് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വെക്കാനാ പറഞ്ഞിരുന്നത്. ആയിക്കോട്ടെ. അല്ല എന്തിനാ മാഷ എത്ര അധികം ചൂല്? അടുത്ത ആഴ്ച സേവനത്തിനല്ലേ, അപ്പൊ കുട്ടികളെ കൊണ്ട് സ്കൂളൊക്കെ ഒന്ന് വൃത്തിയാക്കാനാ. അതിന്റെ കൂടെ നമ്മൾ സ്കൂളിൽ ഇരിക്കുന്ന അവലെയും കൂടി ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞൂടെ മാഷേ? കാര്യമില്ലേക്കാ, വൃത്തിയുടെ ആക്കൽ ഇവിടുത്തെ ഒരു ഹരാന്ന്. അതൊന്നും മാറാൻ പോകുന്നില്ല. അത് നേരം ചുമ്മാതെ കുട്ടികളെ മെനക്കെടുത്താൻ. അല്ല മാഷെ, ഈ വൃത്തികേടാക്കുന്നവരുടെ മക്കളെ കൊണ്ട് തന്നെ വൃത്തിയാക്കിച്ച മാറ്റം ഉണ്ടാവില്ലേ? നമ്മുടെ ഈ കവലയിലെ പകുതി പേരുടെ കുട്ടികളെങ്കിലും പഠിക്കുന്നത് നമ്മുടെ സ്കൂളിലല്ലേ? അതിന് സ്വന്തം കുട്ടികൾ വൃത്തിയാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉപ്പമാരുടെ വലിച്ചെറിയാനുള്ള ശീലം താനെ അങ്ങോട്ട് നിന്നോളും. മാത്രമല്ല, കുട്ടികളെ കവലയൊക്കെ വൃത്തിയാക്കി ശീലിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്കും വലിച്ചെറിയാനുള്ള ശീലം ഉണ്ടാവില്ല. അതല്ലേ വേണ്ടത്. സംഗതി ചോറായിട്ടുണ്ട്. പക്ഷെ കൊല്ലത്തിലുള്ള സേവനദിനം നമുക്കിവിടെ ആഴ്ചയിലാക്കേണ്ടി വരും. ചിലപ്പോൾ വേണ്ടി വരും. പക്ഷെ അതിനിപ്പോ എന്താ കുഴപ്പം? നമുക്ക് ശ്രമിച്ചു നോക്കാല്ലേ? എന്താ എന്താണിത്? നിനക്ക് ആവി പിടിക്കണ്ടേ? പനിയല്ലേ? പനി മനുഷ്യനെ പെട്ടി. എവിടെ പോയാണ്? തുണിയെടുക്കാൻ. ആ ടോർച്ചൂടെ എടുത്തോണ്ട് പോയി. അതൊന്നും കുഴപ്പമില്ല. താങ്കളുടെ വിജയം എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ജഗദീഷ് ടോക്ക് ഷോയിലൂടെ ഞാനും ഇവരും അറിയാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: എങ്ങനെ ഈ വിജയം നേടിയെടുത്തു? ശരിക്കും
കുട്ടിക്കാലത്ത് അമ്പിളിയമ്മാവനെ പിടിച്ചു തന്നാലേ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാരി കഴിക്കുള്ളായിരുന്നു. എന്റെ വാപ്പി ഒരു കുഞ്ഞ് ഗാന്ധിയാവാനുള്ള പെടാപ്പാടിലാന്ന് തോന്നുന്നുണ്ടല്ലോ. ഒരു കാര്യം അതിലായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ. അങ്ങനെയാവാം ഇങ്ങനെ ഒരു ചിന്തയിലെത്തിയതും അതെല്ലാം നടപ്പാക്കിയതും. നീ എന്താടി മോളെ അങ്ങനെ പറഞ്ഞത്? അല്ല, ഈ നാട് നന്നാക്കലും നാട്ടുകാരെ നന്നാക്കാനൊക്കെ പറയണ കേട്ടോണ്ട് ചോദിച്ചതാ. ഓ, ഈ ജയദേവ മാഷിനെ കണ്ടായിരുന്നല്ലേ? കണ്ടു. വാപ്പിനെ പറ്റി ഭയങ്കര പൊക്കലായിരുന്നു. നമ്മളുള്ളിടം നന്നായിരിക്കണ്ടേ മോളെ, അതിനാ ഞാൻ. അതൊക്കെ നല്ലതാ, പക്ഷേ മാറുന്നെങ്കിൽ മാറട്ടെ എന്നേ നമ്മളായിട്ട് ശ്രമിച്ചില്ല എന്ന് വേണ്ട. ഓരോ നാട്ടിലായിട്ട് ഞാൻ കാണുന്ന നല്ല കാര്യങ്ങള് നമ്മുടെ നാട്ടിലൊന്ന് ശ്രമിച്ചു നോക്കുന്നു, അത്രേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ വളർച്ചയ്ക്കും ഇവിടെ ഈ മാറ്റം ആവശ്യമാണ് മോളെ. നമ്മളിപ്പോ സെറ്റല്ലേ വാപ്പി? ഒരു 6 മാസം കൂടി കഴിഞ്ഞ് ഇവിടുന്ന് മാറി ടൗണിൽ കുറച്ചും കൂടി വലിയൊരു കട തുടങ്ങണം. വാപ്പിയുടെ ഡിസൈൻ ഡ്രസ്സുകളും പിന്നെ കുറച്ച് റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വലിയ കട, ആമിറ ടെക്സ്റ്റൈൽസ്. കടയല്ല, പിന്നെ കമ്പനി. ആമിറ തുടങ്ങാൻ പോണത് കമ്പനിയാ, ആമിറ എക്സ്പോർട്ടിംഗ് കമ്പനി. വാപ്പി, കമ്പനി എന്നൊക്കെ പറഞ്ഞാ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂലല്ലോ. എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? എന്റെ വാപ്പി എന്തിനാ ഈ നാട്ടിൽ തന്നെ കട തുടങ്ങിയത്? വാപ്പിയുടെ ഡിസൈനിന്റെ കുറ്റവും കുറവുകളും അറിയാൻ, അത് കണ്ടെത്താൻ നമ്മുടെ നാട്ടുകാരെ ഏറ്റവും ബെസ്റ്റ്. അവരംഗീകരിച്ച സ്ഥിതിക്ക് പുറത്തുള്ളവർക്ക് നമ്മൾ അംഗീകരിക്കാൻ എന്താ പ്രശ്നം? അതൊക്കെ വാപ്പി, പക്ഷെ ഈ എക്സ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാ ഇതൊന്നും അറിയാതെ എങ്ങനെ? അറിയാതൊന്നും ചെയ്യണ്ടടാ, എല്ലാം ചോദിച്ചു അറിഞ്ഞിട്ടും ചെയ്താൽ മതി. അതിനുള്ള ആളെയും വാപ്പി കണ്ടുവച്ചിട്ടുണ്ട്. 21 വയസ്സുള്ളൊരു പെൺകുട്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയുന്ന തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ കൈതരേണ്ട വാപ്പയ്ക്കാ. ഇതിനുള്ള എല്ലാ സഹായം APC വഴി നിങ്ങൾക്ക് ലഭ്യമാണ്. സാറേ, ഞങ്ങളുടെ ഒരു ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ്, അതാണ് ഇപ്പോൾ കമ്പനിയാക്കാന്ന് കരുതുന്നത്. അപ്പൊ ഈ കമ്പനി തുടങ്ങുന്നതിനെ പറ്റിയും പിന്നെ എക്സ്പോർട്ടിങ്ങിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവളുടെ ബേജാറൊന്ന് മാറിയേനെ. വൈ നോട്ട്? പേര് ആമിറ. സി ആമിറ, ആദ്യമായി കമ്പനി നമ്പർ രജിസ്റ്റർ ചെയ്ത് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ സർട്ടിഫിക്കറ്റ് എടുക്കണം. അതോടൊപ്പം തന്നെ GST രജിസ്ട്രേഷൻ, പാൻ കാർഡ് ഇതൊക്കെ എടുത്തിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡാണ്. കമ്പനി തുടങ്ങാൻ ഇതൊക്കെ മതി. എക്സ്പോർട്ടിൻ്റെ ആദ്യ പടിയാണ് APCയിലെ രജിസ്ട്രേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്യാവുന്നതാണ്. APC വർഷത്തിൽ 2 എക്സിബിഷൻ നടത്തും. ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് ബയേഴ്സ് വരുന്ന എക്സിബിഷനാണ്. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ഡിസൈൻസ് ഒരു പ്രൊജക്ട് റിപ്പോർട്ടാക്കി APCയിൽ സബ്മിറ്റ് ചെയ്യണം. എക്സിബിഷനിൽ നമുക്കൊരു സ്റ്റോൾ തരും, അതിന് ഫെയർ ഉണ്ട്. ഓക്കെ, പിന്നെ ആ സ്റ്റോളിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സുകൾ സെറ്റ് ചെയ്യണം. ബയേഴ്സ് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർ നമ്മുടെ റിക്വയർമെൻറ്റ്സ് ചോദിക്കും. നമ്മൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം. അവർ തിരിച്ചു പോയി അവരുടെ കമ്പനിയിൽ ഡിസ്കസ് ചെയ്ത് നമ്മുടെ കമ്പനിയിലേക്ക് ഓർഡർ ഇമെയിലായിട്ട് അയക്കും. പണി കഴിഞ്ഞില്ല, അവർ പറഞ്ഞ ടൈമിന് പറഞ്ഞ ക്വാളിറ്റിയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം. ഷിപ്പിൽ കയറുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമ്മുടേതായിരിക്കും. മനസ്സിലായോ? ഏകദേശം മതി, ഏകദേശം മനസ്സിലായാൽ മതി. മുഴുവൻ മനസ്സിലായാലും പ്രശ്നമാണ്. അല്ല സാറേ, ഈ എക്സിബിഷൻ ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന എവിടെയായിരിക്കും? ഇന്ത്യ നെറ്റ് ഫെയർ, കാലിക്കറ്റ്. അതെ. അല്ല, നിങ്ങൾ ഏത് ടൈപ്പ് ഗാർമെന്റ് ഡിസൈൻസ് ആണ് ഉദ്ദേശിക്കുന്നത്? ഇൻഡോ വെസ്റ്റേൺ എത്നിക് വെയർ. അടിപൊളി.